ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളും ബബീനെയും രോഹിത്തിനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. നീ പോയി കഴിച്ചോടി, ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചി നിങ്ങൾ വന്ന് കഴിക്കി, അത് അലിന ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിയാഞ്ഞിട്ടാ. എനിക്ക് ആ ഭാഗ്യം നേരത്തെ കിട്ടി, നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, അമ്മയോട് കൂറില്ലാത്തൊരു മോള്, നിങ്ങൾ എന്തെങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ ബബി പറയും, കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയും. അതിന് ശേഷം അലീന ബാലേന്ദ്രൻ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, പക്ഷെ ആരും കഴിക്കുന്നില്ല. ആരും കഴിച്ചില്ലേ, കൃഷ്ണമോള് മാത്രം കഴിച്ചു എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഭക്ഷണത്തിനോട് അനാദരവ് കാണിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഭക്ഷണത്തിൻ്റെ വില നന്നായി അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ. ഇത് കാണുമ്പോൾ എനിക്ക് വിഷമാവുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ അതൊന്നും ആലോചിക്കേണ്ട, ഇവിടെ ഇതുപോലെ രാജകീയമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പലതവണ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും വരും. ഇപ്പോൾ അവർ ഭക്ഷണം വേണ്ടാന്ന് വെച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനൊന്നും ചെന്ന് വിളിക്കുമോ, എന്ത് ഭക്ഷണം വേണം വെച്ചിട്ട് അവരെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കൈ കൂപ്പിയിട്ട് ഭക്ഷണം ഒന്നും കഴിക്കണേന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മളെ രവതിക്കുട്ടീനെ അലീന വിളിക്കുകയാണ്. ആ ചേച്ചി, ഇതാരുടെ നമ്പറാ, ഇത് പുതിയ നമ്പറാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്ര സാറ് എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നു, അത് ഈ നമ്പർ അതാ എന്ന് പറയട്ടോ. ആണോ, ആഹാ നന്നായിട്ടുണ്ട്, എന്തായാലും കൊള്ളാം, പേഴ്സണൽ സെക്രട്ടറിക്ക് അഡീഷണൽ സെക്രട്ടറിക്ക് ഫോണൊക്കെ മേടിച്ച് തന്നല്ലോ എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോൾ എന്താണ് പ്രശ്നങ്ങളൊക്കെ പറയ് ചേച്ചി എന്ന് പറയട്ടോ. അതപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ ഇവിടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അന്ന് മേഡത്തിൻ്റെ ആങ്ങള വന്ന് എന്നെ വലിച്ചിറക്കി പുറത്ത് വിട്ടതൊക്കെ അറിയാലോ എന്ന് പറയട്ടെ. അതൊക്കെ ഞാൻ അറിഞ്ഞു, മുത്തശ്ശീനെയും മനുവേട്ടനെയൊക്കെ ഞാൻ മാറി മാറി വിളിച്ചു. അന്ന് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ ചേച്ചീനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട്. അപ്പോൾ മേഡം എന്നോട് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നതാണ്. പക്ഷേ സാറെന്നെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കിവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി എന്ന് പറയാം കേട്ടോ. അത് എന്നതാ ചേച്ചി അങ്ങനത്തെ ഒരവസ്ഥ എന്ന് ചോദിക്കണം. ചേച്ചിക്ക് ഇങ്ങോട്ട് പോന്നൂടെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ചേച്ചീനെ കൊണ്ടുവരാനായിട്ട് ഞാൻ വരാമെന്നുള്ളത്. ചേച്ചി വരാഞ്ഞിട്ടല്ലേ എന്ന് പറയാം കേട്ടോ. എനിക്ക് അങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല മോളെ. അപ്പോൾ അതെന്താ കാരണം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നേരിട്ട് വന്ന് പറയാം, അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല എന്ന് പറയാൻ കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വായോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഒരു ദിവസത്തെ ക്ലാസ് പോകുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട, മോള് ക്ലാസ്സിന് പൊക്കോ, എന്തായാലും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചേച്ചിനെ ഇവിടെ വന്നിട്ട് പഠിപ്പിക്കും, ചേച്ചിക്ക് JDC മാത്രം പോരാ, ചേച്ചി പഠിച്ച് കളക്ടറാവണം. കളക്ടറോ, പാലയിലെ കളക്ടർ. എടി നീ എന്തീ പറഞ്ഞു, പാലയിലെ കളക്ടർ? പാല എവിടെയാണ്, ആ ജില്ലയിലെ കളക്ടർ. എന്നിട്ട് ആ പെണ്ണുമ്പിള്ളേരെ മുഖത്ത് നോക്കിയിട്ട് 4 വാക്ക് പറയണം. പിന്നെ ഞാൻ അലീന IAS ആണെന്ന് പറഞ്ഞിട്ട് അവരെ മുഖത്ത് നോക്കി ഞെളിഞ്ഞ് സംസാരിക്കണം എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അലീന ചിരിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ചേച്ചി അങ്ങനെയൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് അവരെ മുന്നിൽ ചെന്ന് നിൽക്കണം. പിന്നെ കൊല്ലപ്പള്ളി ഉണ്ടല്ലോ, അവിടുത്തെ ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണുമ്പിള്ളേരുടെ അടുത്തേക്കും പോകണം. അഹങ്കാരത്തോടു കൂടിയിട്ട് ഞാൻ അലീന IAS ആണെന്നൊക്കെ പറയണം. മോളെ നീ എന്തൊക്കെ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട, മോള് നന്നായിട്ട് പഠിച്ചോ. മോളെ വേലക്കാരിയായിട്ട് കൊണ്ടുപോയി മോളെ സ്വന്തം മോളെ പോലെ കണ്ട് പഠിക്കാനൊക്കെ വിടുന്നവരല്ലേ, അപ്പോൾ അവരോട് നമ്മൾ കൂറ് കാണിക്കണം. അതുകൊണ്ട് മോള് നന്നായിട്ട് പഠിക്കണം, അവർക്ക് മോശപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം മോള് ചെയ്യരുത് എന്നൊക്കെ അലീന രേവതിക്കുട്ടിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്തായാലും ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ കുറച്ച് ദിവസം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവനൊന്നും മാറില്ല, എങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം കിട്ടും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് മാറിയാലും വൈജയന്തി മേഡം ബാലേന്ദ്ര സാറും തമ്മിലുള്ള പ്രശ്നമൊന്നും തീരാൻ പോകുന്നില്ല, അത് പ്രശ്നങ്ങൾ കൂടിയേ വരുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയണ, ചേച്ചി അടുത്ത ആഴ്ച നിൽക്കണ്ട, ഇപ്പം തന്നെ പോരെന്ന് പറയാൻ കേട്ടോ. അയ്യോ അത് പറ്റില്ല മോളെ, ഞാൻ എന്തായാലും വരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണേ. പിന്നെ കാണിക്കുന്നത് ശിവൻ രാജീവിനെ വിളിക്കാനായിട്ട്. രാജീവ, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ ഷട്ടിൽ കോട്ടിലായിരുന്നു ശിവേട്ടാന്ന് പറയാം കേട്ടോ. നീ എന്താക്കി കാര്യങ്ങൾ, നിനക്ക് ലീവ് കിട്ടിയോ? ശിവേട്ട, ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയി വന്നതല്ലേ, അത് വെച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയും ബാലേന്ദ്രൻ്റെ ജീവിതം ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കതൊന്നും മാറ്റി കൊടുക്കണ്ടേടാ എന്ന് പറയട്ടോ. അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. എന്തായാലും നമുക്ക് അവളെ പുറത്താക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, ലീവ് കുറച്ച് നീട്ടിയെടുത്തോ. ഞാനും അങ്ങനെ തന്നെയാണ്, ലീവ് കുറച്ച് നീട്ടിയെടുക്കുന്നുണ്ട്, പ്രശ്നം പരിഹരിക്കാതെ എന്തായാലും നമ്മൾ രണ്ടുപേരും നാട്ടിലേക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജീവ് പറഞ്ഞ്, നമുക്ക് ഗംഗേട്ടനൊന്ന് വിവരം അറിയിക്കണ്ടേ, ഇനിയിപ്പോൾ വൈജ പറയുന്നത് അയാളോട് പറയേണ്ട, അയാൾ അവരുടെ പക്ഷത്താണെന്നാണ്. അപ്പോൾ രാജീവനോട് ശിവൻ പറയുകയാണെ, അതൊന്നും കുഴപ്പമില്ല,
ഇപ്പം നമുക്ക് അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഗംഗേട്ടൻ നാട്ടിലില്ലാന്നാണ് ഗംഗേട്ടൻ്റെ മോനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. യൂറോപ്യൻ പര്യടനത്തിലാണ് രണ്ടുപേരും. അങ്ങേരുടെ മോൻ സ്വിറ്റ്സർലൻഡിലല്ലേ, അപ്പോൾ അവിടെ ആയിരിക്കും. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അവളുടെ വൈജയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഉറപ്പായിട്ടും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒത്തുകൂടാം, എന്നിട്ട് അവളെ പിടിച്ച് പുറത്താക്കാം എന്നൊക്കെ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് അലീന ബാലേന്ദ്രന് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം എടുക്കണം. അപ്പോൾ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ടപ്പോൾ എന്തോ പറയാനുണ്ടല്ലോ, പറയേ എന്ന് പറയട്ടോ. അല്ല, എനിക്ക് എറണാകുളത്തോട്ട് പോകാൻ എന്ന് മറ്റന്നാളല്ലേ, പൊക്കോ എന്ന് പറയട്ടോ. ഞാൻ രവതിക്കുട്ടീനെ വിളിച്ച് പറയാൻ പോകണ്ട. പറഞ്ഞോ, മറ്റന്നാൾ നീ പൊക്കോ എന്ന് പറയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാജീവനും ശിവനും കൂടിയിട്ട് കടപ്പാട്ടൂർക്ക് എത്താണ് കേട്ടോ. കടപ്പാട്ടൂർക്കല്ല, കൊല്ലപ്പള്ളിക്ക് എത്താണ്. അപ്പോൾ വേഗം തന്നെ കമൽ ഓടി വന്ന് രണ്ടുപേരെ സ്വീകരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ രണ്ടാളോട് ദേഷ്യത്തിലാണ് കേട്ടോ, പിണങ്ങിയിരിക്കുകയാണ്. അമ്മ ഒന്നും ഇങ്ങോട്ട് നോക്ക് എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വന്നിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറയും. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ വന്നത്, വൈജി വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത് എന്ന് പറയൂട്ടോ. അപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ വന്നില്ലേ, ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും ശരി, ആ പെൺകുട്ടിനെ ദേഹോപദ്രവം അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എൻ്റെ മക്കൾ പാവം കൈയേൽക്കാൻ നിൽക്കണ്ട, ശാപം തട്ടും എന്നൊക്കെ പറയാനിട്ടോ. ഒന്നില്ലെങ്കിലേ അവൾ കാരണമാണ് ഇപ്പം ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അവള് എൻ്റെ മോളുണ്ടല്ലോ, എനിക്ക് 4 മക്കളുണ്ട്, എന്ത് കാര്യം ഇതേ കണ്ടില്ലേ, ഒരുത്തി എന്നെ കൊണ്ട് ഇവിടെ തള്ളിയിരിക്കുന്നത് ഈ നരകത്തിൽ. അപ്പം രാജീവൻ ചോദിക്കും, ഇതെങ്ങനെയാണ് അമ്മ നരകമാവുന്നത്? അത് ഇവനറിയാം എന്ന് പറഞ്ഞാൽ ശിവനെ നോക്കാനുണ്ട്. ശിവൻ ആ സമയത്തൊന്നും മിണ്ടുന്നില്ല കേട്ടോ. കമലയുടെ അടുത്തല്ല ഞാൻ ജീവിക്കുന്നത്, കമല എങ്ങനെയാണ് എന്നെ നോക്കുന്നതെന്നേ ഇവന് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ രാജീവൻ ഇങ്ങനെ ശിവനെ നോക്കുന്നുണ്ട് കേട്ടോ. ശിവനൊന്നും കുമ്പിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ശിവൻ പറഞ്ഞു, അമ്മ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അമ്മനെ കൊല്ലപ്പള്ളിയിലേക്ക് എന്നെ തിരിച്ച് കൊണ്ടുവന്നാക്കാം, അതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവളെ പിടിച്ച് പുറത്താക്കുകയും വേണം എന്ന് പറയാം കേട്ടോ രാജീവൻ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മറക്കണ്ട, അവളെ ദേഹോപദ്രവം ഏൽക്കരുത്, ആ കുട്ടി കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് എന്ന് പറയും. അമ്മേ, വൈജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളതിൽ ഇടപെടണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, അലീന കാരണം അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ കുട്ടീനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുതെന്ന് മുത്തശ്ശി പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം വൈജയന്തി വരികയാണ് കേട്ടോ. വൈജയന്തി വന്നിട്ട് നിങ്ങളെപ്പോൾ എത്തി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അകത്തേക്ക് ചെല്ലാണ്. 3 ആളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഏത് രീതിയിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. അപ്പോഴേക്കും കമല ചായ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇനിയിപ്പോൾ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങളിനി നാട്ടിലേക്ക് നല്ല പുറനാട്ടിലേക്ക് പോകുന്നില്ല, പ്രശ്നം പരിഹരിച്ചിട്ടേ പോകുള്ളൂ. അലീനൻ എന്തായാലും അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് തന്നെ ശിവനും രാജീവനും കൂടി തീരുമാനിക്കുകയാണ്. വെറുതെ പറഞ്ഞയച്ചാൽ പോരാ, അവളെ നിലത്തോട്ട് വലിച്ച് കാലിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളണം. അപ്പോൾ ശിവൻ പറയുന്നത്, രാജീവ നീ ഇങ്ങനെ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കല്ലേ, നമ്മളേക്ക് പതുക്കനെ സാവധാനം ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലാണ്ട് നീ പറയുന്നത് പോലെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, വെറുതെ ഓവറാക്കരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അലീനനെ പിടിച്ച് പുറത്താക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ വൈജയുടെയും ബാലേന്ദ്രൻ്റെയും ജീവിതം പിന്നീടുള്ള കാര്യം ശിവൻ പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെ അതൊന്നും പ്രശ്നമില്ല, ഈ ജീവിതകാലം മുഴുവനും ബാലേന്ദ്രൻ എന്നോട് മുഖം വീർപ്പിച്ച് നടന്നാലും എനിക്ക് കുഴപ്പമില്ല, അലീനനെ അവിടെ നിന്ന് പറഞ്ഞയച്ചാൽ മതി. അപ്പോൾ രാജീവൻ പറയും, ഞാൻ രാവുണ്ണി മാമൻ്റെ മക്കളോട് 2 പേരോടും വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ മാമനെ പറയും, എൻ്റെ ആങ്ങളുടെ മോനുണ്ട് ഇവിടെ നാട്ടിൽ, അവനോടും വരാൻ പറഞ്ഞിട്ട്, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റോ കരയോഗത്തിൽ ആരെങ്കിലും ഒക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഒരു പട്ടാളം കൂടി തന്നെ ബാലേന്ദ്രനോട് ചോദിക്കാൻ പോവാണ്. അപ്പോൾ രാജീവൻ പറഞ്ഞു, നമ്മളെല്ലാവരെയും കൂടിയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒന്നും പേടിക്കാതിരിക്കൂല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ കാണിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.